ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കുറച്ചധികം ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 180 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ഓർഡർ വന്നു. അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചെടിയുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഫുൾ ബിസി ആയിപ്പോയി, ഒന്നിനും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് ജസ്റ്റ് എപ്പോഴോ ഒന്ന് എടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഈ ചെടിയാകുമ്പോൾ നമുക്ക് കുറച്ചധികം റിസ്ക്കാണ്. അതിൻ്റെ ഫസ്റ്റത്തെ ഇതായതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്കത് കുറച്ച് റിസ്ക്കായി തോന്നിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ കുഴപ്പമില്ല. കാരണം ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കോഡൊക്കെ എഴുതി ഇങ്ങനെ വരണം. അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പിന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അവർ പോട്ടിൽ ഇങ്ങനെ നമ്പർ ഇട്ട് വരുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ അന്നേരം തന്നെ സ്റ്റിക്കർ ഒട്ടിച്ച് മാറ്റി വെച്ച് അങ്ങനെ. പിന്നെ ഈ പ്ലാന്റ് അയക്കുമ്പോൾ കുറച്ചൊരു റിസ്ക് ഉണ്ടല്ലോ. ഇത് ഡയറക്റ്റ് അങ്ങനെ അയക്കുകയല്ല, നമ്മളൊരു ദിവസം സാഫിലൊക്കെ മുക്കി വെച്ച് തണലത്തൊക്കെ വെച്ചിട്ടാണ് പിറ്റേന്നാണ് പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ ആ രീതിയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് മാറിപ്പോകും എന്നുള്ള ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ഞങ്ങൾ കെയർ ചെയ്തിട്ടാണ് പ്ലാന്റ്സ് എല്ലാം അയച്ചത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എൻ്റെ ഫസ്റ്റ് സെയിൽ വീഡിയോ ആയിരുന്നു. അതിൽ ഇത്രയും ഓർഡർ വന്നതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് ഇങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഇത് നടേണ്ടത്, അതിൻ്റെ പോട്ടി മിക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ ആ ഒരു വിഷുവിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് അവരും അത്രയും ബിസിയായി. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ വിചാരിച്ചായിരുന്നു, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു അവസരത്തിൽ പറ്റുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ അവരുടെ അടുത്ത് നിന്ന് അതിൻ്റെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് കസ്റ്റമർക്ക് മെസ്സേജായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡീനിയം പ്ലാന്റ്സ് വളർത്തുന്നവരാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും കേട്ടോ. കാരണം അവരുടെ വീട്ടിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സാണ് അധികമുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ അഗ്ലോണിമേൻ്റെയൊക്കെ അവസ്ഥ അതാ ഇങ്ങനെയാണ് കേട്ടോ. നനയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പോഴത്തെ ചൂട് ഈ ചെടിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. നല്ല ചൂടാണ്. ഞങ്ങൾക്ക് സിറ്റ് ഔട്ടിലൊക്കെ നന്നായിട്ട് വെയിലാണ്. രാവിലെ തന്നെ ഒരു 8-9 മണിയാകുമ്പോൾ മുതൽ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരാനേ പറ്റാത്തത്ര വെയിലാണ്. കാരണം ഫ്രണ്ടിലൊന്നും അങ്ങനെ മരങ്ങളൊന്നുമില്ല. ഞാൻ പിന്നെ എപ്പോഴും ഇതിങ്ങനെ ബാക്കിൽ വെക്കണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രണ്ട് കൊണ്ട് വെക്കുന്നതാണ്. പക്ഷേ ഇത്രയും ടൈം നമ്മൾ അവിടെ വീട്ടിൽ നിൽക്കുമെന്ന് വിചാരിച്ചില്ല. അതിൻ്റെ പേരിൽ അങ്ങനെ എടുത്ത് മാറ്റിയില്ല. വേഗം വരാമെന്ന് വെച്ച് പോയതായിരുന്നു. പിന്നെ അതാ താമരേൻ്റെ അവസ്ഥയൊക്കെ താമര കർണയൊക്കെ വിരിഞ്ഞ് പൂവൊക്കെ ഞാൻ കാണിച്ചത്. പുതിയ ബഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ ഫ്ലവർ അങ്ങനെയായിപ്പോയി, അതങ്ങനെ കാണാൻ പറ്റില്ല. അത് സെക്കൻഡ് ബഡാണ്. നേരത്തെ കാണിച്ച തേർഡ്. 2 ബഡ് കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പിങ്ക് ക്ലൗഡും അതുപോലെ തന്നെ പൂവിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ കണ്ടില്ല. ഞാൻ വരുമ്പോഴത്തേക്ക് അതൊക്കെ കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലും ഞാൻ നട്ട താമര വിരിഞ്ഞ്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ പോട്ട് ചെയ്തത്. പിന്നെ ഇവിടെ നടുന്നതിൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ അവിടെ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബഡ് ആദ്യം വന്നത് ഇവിടെയാണ്. പക്ഷേ ബഡ് കൂടുതൽ വന്നത് അവിടെയാണ്. കർണ വെറൈറ്റി തന്നെയാണ് അവിടെയും ഞാൻ നട്ടുണ്ടായിരുന്നത്. നല്ലൊരു ട്യൂബർ തന്നെയായിരുന്നു കേട്ടോ അത്. ഇതാ പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡ് വിരിഞ്ഞതാ ഒക്കെ കൊഴിഞ്ഞു പോയി. പിന്നെ സെക്കൻഡ് ബഡ് വന്ന് നിൽക്കുന്നുണ്ട്. പിങ്ക് ക്ലൗഡ് വിരിഞ്ഞത് നല്ലോണം ഞാൻ കണ്ടില്ല കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ അവിടെ ആയിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല. പിന്നെ നല്ല വെയിൽ തന്നെയാണ് മുറ്റത്ത്. ലീഫിനൊക്കെ ഡാമേജ് വരുന്നുണ്ട്. താമരയ്ക്ക് നല്ല വെയിലാണ് വേണ്ടത്, എന്നാൽ പോലും ഇത്രയും വെയിൽ വേണമെന്നാണ്. പിന്നെ അഗ്ലോണിമയൊക്കെ ഞാൻ വൈകുന്നേരമായിരുന്നു എത്തിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത് ഇതിൻ്റെ പോട്ടിൽ കുറച്ചധികം തൈകളുണ്ട്. അപ്പോൾ ഒരു വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെടി നന്നായിട്ട് ക്ഷീണിക്കും. അതാണ് മെയിൻ കാരണം. പിന്നെ ഓവർ വെയിലും, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ ക്ഷീണിച്ചു പോയി കേട്ടോ. പിന്നെ എല്ലാ ചെടികളുടെ ലീഫിനും കുറേശ്ശെ ഡാമേജ് വന്നിട്ട് കേട്ടോ. ഈ ചൂടുകൊണ്ട് തന്നെയാണ്. ഇത് ലക്കി ബാമ്പുവിൻ്റെ ഇലേൻ്റെയൊക്കെ സൈഡ് കരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഞാൻ പോകുമ്പോൾ ഇല്ലായിരുന്നു. പിന്നെ സിങ്കോണിയത്തിൻ്റെ ഇലയ്ക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ചൂട് ഓവറായതിൻ്റെ പേരിൽ ചെടിക്ക് വരുന്ന മാറ്റമാണ് കേട്ടോ. അത്ര വെയിലത്ത് ചെടി വെക്കണ്ട. ഇതൊക്കെ ഞാൻ ഇപ്പം തന്നെ എടുത്ത് മാറ്റും. കാരണം എല്ലാ ചെടി ഇങ്ങനെ ബാക്കിലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു, ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്രണ്ട് കൊണ്ട് വെക്കാൻ തോന്നിയിട്ട് വെച്ച് പോകുന്നതാണ്.
പിന്നെ വെയിൽ കാണുമ്പോൾ പിന്നെയും എടുത്ത് ബാക്കോട്ട് തന്നെ കൊണ്ടുപോകണം. നല്ല റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് പോയതാണ്. പക്ഷേ ചെടിയൊക്കെ കേട് വരുന്നുണ്ട്. പിന്നെ അതാ ഈ ചെടി കണ്ടില്ലേ, ഇത് ഞാൻ വെറും സാൻഡിലാണ് കേട്ടോ നട്ടത്. നല്ല വളർച്ചയുണ്ട്. നല്ല പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഇത് സിങ്കോണിയാണ്. ഇതും ലീഫിനൊക്കെ ചെറിയ കരിച്ചിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചുള്ളോട്ടായതുകൊണ്ട് അത്ര ഏറ്റിട്ടില്ല. എന്തായാലും ഇത്രയും വെയിലത്ത് ഒരു പ്ലാന്റ്സും വെക്കേണ്ട, അത് തന്നെയാണ് നല്ലത്. പിന്നെ ഈ അഗ്ലോണിമ ചെടിയിലൊക്കെ ഒരു വെള്ള ഫ്ലവർ വരും. ഒരു കുറച്ചിങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഫ്ലവർ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ അങ്ങ് പൊട്ടിച്ചാൽ മതി, വേഗം കിട്ടും. ഇതൊക്കെ എത്രയോ ഞാൻ പൊട്ടിച്ച് കൊടുത്ത ഒരു പ്ലാന്റാണേ. കുറേ മുന്നേ തന്നെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ആ സമയം മുതലേ ഇതിങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ചെടി ഒരു മൂപ്പെത്തിയ പോലെയാണ്. അല്ലെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ പോട്ട് ചെയ്ത താമരയാണ്. കർണ വെറൈറ്റിയാണ്. ഇതിൽ ബഡ് കണ്ടില്ലേ, 3-4 ബഡ് ഉണ്ട്. 4 ബഡ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരേ ടൈമിലാണ് 3 എണ്ണം വന്നത്. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടും നല്ല അടിപൊളി ഫ്ലവറായിരുന്നു. ഇവിടുത്തെ ഫ്ലവർ കാണാൻ പറ്റാത്ത സങ്കടമൊക്കെ അവിടുത്തെ ഫ്ലവർ കണ്ടപ്പം മാറി എന്ന് വേണേൽ പറയാം. അത്രയും അടിപൊളി ഫ്ലവറായിരുന്നു. നല്ല സൈസിൽ നല്ല ഫ്രഷ് ഫ്ലവറായിട്ടുണ്ടായത്. ഇങ്ങനെ താമരയൊക്കെ പോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. കാരണം അത്രയ്ക്കും ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു രാസവളവും കാര്യങ്ങളും ഈ പോട്ടിംഗ് മിക്സിലൊന്നും ഉപയോഗിച്ചില്ല. എല്ലുപൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. ഈ ഫ്ലവറൊക്കെ കണ്ടില്ലേ, നല്ല വലിപ്പത്തിലാണ് ഉണ്ടായത്. അടിപൊളിയാണ്. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരണമെങ്കിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ഓണാക്കി വെക്കണം കേട്ടോ. ഇനി അഡീനിയം പ്ലാന്റ്സ് എങ്ങനെയാണ് നടേണ്ടതെന്നും അതിൻ്റെ ആഫ്റ്റർ കെയർ കാര്യങ്ങളൊക്കെ എന്താണെന്നും നമ്മൾ അവരോട് തന്നെ കറക്റ്റ് ചോദിച്ചതാണ് കേട്ടോ കാണിക്കുന്നത്. ആ രീതി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതന്നെ ഫോളോ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഇനി ഇതല്ലാതെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമ്മളൊരു സെയിൽ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അഡീനിയം പ്ലാന്റ്സ് തന്നെയാണ്. പക്ഷേ റേറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ 1 ഇയർ ആയ പ്ലാന്റ്സുകളാണ് 180 റുപ്പീസിന് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് 180 മുതൽ 280 വരെ റേറ്റുള്ള പ്ലാന്റ്സുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് 230, 250 ഈ റേഞ്ചൊക്കെ വരുന്ന പ്ലാന്റ്സുകളുണ്ട്. അതായത് ഓരോ സൈസിനും വെറൈറ്റിക്കൊക്കെ അനുസരിച്ചുള്ളൊരു വ്യത്യാസമാണ് കേട്ടോ അവർ പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് 280 വരെ വരുന്നുണ്ട്. നല്ല പ്ലാന്റ്സുകളാണ്. പിന്നെ വെറൈറ്റീസ് കുറച്ച് കുറവാണ്. 41 ആ സംതിങ് ഒന്നും ഉണ്ടാവില്ല. ഒരു 10ൽ താഴെ വെറൈറ്റീസ് മാത്രമാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മൾ ഏതൊക്കെ പ്ലാന്റ്സാണ് അവൈലബിൾ എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ. പ്ലാന്റ് സൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പിക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.